പോകുമ്പോ പറഞ്ഞിട്ടേ പോകത്തുള്ളായിരുന്നു. നോക്കാനും മിണ്ടാനും ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ആളെണ്ണം കൂടിയല്ലോ. ഓ, അപ്പൊ അതാണ് പ്രശ്നം. പോകാൻ നേരത്ത് ഞാൻ പറഞ്ഞില്ല. ോടും ക്ഷമിച്ചത്. ഭയങ്കര സന്തോഷത്തോടെയാ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. ഒരു ചീത്ത പോലും കേട്ടില്ലേ കൃഷ്ണ? ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ, ഇത്ര നല്ല ആൾക്കാരൊക്കെ ഉണ്ടല്ലേന്ന്. പക്ഷെ അത് സത്യം കേട്ടോ. ഞാനും ഭയങ്കര സർപ്രൈസ് ആയി പോയി, എല്ലാരും എന്നോട് മിണ്ടേം സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോ. ആഹാ, സർക്കിട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയോ? എത്തി. ഭയങ്കര പണിയിലാണല്ലോ. ആ, ഇത്തിരി പണിയില്ല. ഒരുത്തിയുടെ ജാടയും പരിഭവം പറച്ചിലും കഴിഞ്ഞതേ ഉള്ളൂ. ഇനി നിന്റെ ഷെയറും കൊടുത്താ. ഷെടാ, ഞാനെന്തിനാ വെറുതെ ജാട കാണിക്കുന്നേ? എനിക്ക് പണിയുണ്ടെന്നേ. ഓ, എന്നാ പണി നടക്കട്ടെ. ശല്യം ചെയ്യുന്നില്ല. ഇതെന്താ? ഞാൻ നിനക്ക് വേണ്ടി വാങ്ങിയതാ. എന്ത്? ഒരു ചെറിയ ഗിഫ്റ്റ്. നിനക്ക് മാത്രം ഞാൻ ഇതുവരെ ഒന്നും വാങ്ങി തന്നില്ലല്ലോ. അപ്പൊ ഞാൻ ഓർത്തു നിനക്ക് വേണ്ടി വാങ്ങിക്കാന്ന്. അവിടെ എങ്ങാനും വെച്ചേക്ക്. അത് പറ്റത്തില്ല, നീ വാങ്ങണം. ഞാൻ വാങ്ങി തന്നതിന്റെ കണക്ക് തീർക്കാൻ വേണ്ടിയാണ് ഇത് വാങ്ങിച്ചത്. നീ വാങ്ങി തന്നത് കൊണ്ടല്ല. ഇത് വാങ്ങിക്ക വേണ്ടേ, ചുമ്മാ നിഷേധം കാണിക്കാതെ. അപ്പൊ നീ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പൊ ഞാൻ നിന്റെ ആരാ? നിന്റെ ലോക്കൽ ഗാർഡിയൻ ഞാനായിരുന്നു എന്നാണ് എന്റെ വിശ്വാസം. എന്നെ വെട്ടിയോ? അച്ഛൻ തന്നെ എന്റെ രക്ഷകർത്താവ്, വേറെ ആരുമില്ല. അവരെല്ലാം വീണ്ടെടുത്ത് തന്നില്ലേ? ഇനി ഞാൻ പൊയ്ക്കോട്ടെ അച്ഛാ. എന്നെ കൊണ്ട് ഇത്രേ പറ്റത്തുള്ളൂ. പൊയ്ക്കോട്ടെ. ചേച്ചി, ചേച്ചി എന്നാത്തിനാ കരയുന്നേ? കരയുന്നോ? ഞാനോ? ആ സ്റ്റെപ്പിൽ നിന്ന് കണ്ണു തുറക്കുന്ന കണ്ടല്ലോ. എപ്പോ? അച്ഛൻ വഴക്ക് പറഞ്ഞോ? ഇല്ല. പിന്നെന്താ പ്രശ്നം? ഒന്നുമില്ല. പറയരുത്. തല പോയാലും പറയരുത്. അവനവന്റെ പ്രയാസേ ആരോടും പറയരുത്. ബാക്കിയുള്ളവരുടെ എല്ലാ കാര്യത്തിനും ഓടി നടന്നോണം. ബിസിയാണോ